എസ് കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നം കല്യാശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പട്ടുവത്ത് UDF LDF സംഘർഷമുണ്ടായി. കള്ളവോട്ട് ചെയ്യാൻ എത്തിയെന്ന് ആരോപിച്ച് LDF പ്രവർത്തകരെ UDF ബൂത്ത് ഏജന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണം. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനത്തിന് നേരെയും അവിടെ ആക്രമണം ഉണ്ടായി. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡുണ്ട്. അരുൺ പാറയ്ക്കൽ, താങ്കൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയൂ പ്രേക്ഷകരോട്. അല്പസമയം മുമ്പാണ് കല്യാശ്ശേരി പട്ടുവത്തിൽ പ്രശ്നമുണ്ടാവുന്നത്. പട്ടുവം മുതുവയിലാണ്. മുതുവയിൽ LDF UDF സംഘർഷം, അതായത് കള്ളവോട്ട് ചെയ്യാൻ LDFന്റെ പ്രവർത്തകർ ശ്രമിച്ചു. അത് UDFന്റെ ബൂത്ത് ഏജന്റുമാർ ചോദ്യം ചെയ്തു എന്നാണ് UDF ആരോപിക്കുന്നത്. ഇതറിഞ്ഞെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ, UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ കൂട്ടമായി ചേർന്ന് ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. വാഹനത്തിന് നേരെയുള്ള അക്രമമുണ്ടായി. പ്രിസൈഡിംഗ് ഓഫീസർ ഈ കള്ളവോട്ടിനെ കൂട്ടുനിൽക്കുന്നു എന്നാണ് കല്യാശ്ശേരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നായന്മാർ മൂലയിലെ ഒരു അംഗൻവാടിയിലാണ്. ഇവിടെ വലിയ നീണ്ട ഒരു ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ ക്യൂ ഉണ്ടെന്ന് ആരോപിക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ കഴിവുകേടാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അതായത് വോട്ടിംഗ് യന്ത്രത്തിൽ രാവിലെ മുതൽ തന്നെ തകരാറുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പരിഹരിക്കാൻ ഇതുവരെയും ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഈ വോട്ടർമാർ ഉന്നയിക്കുന്നത്. വോട്ടർമാർ നമുക്കിപ്പം ചേരുകയാണ്. എന്തായിരുന്നു ചേട്ടാ പ്രശ്നം? രാവിലെ വന്നിട്ടുണ്ട്. എത്രയോ ആള് ബൈലോട്ട് പോയി. 6 മണിക്ക് ഇപ്പോൾ ക്ലോസ് ആയി. ഇപ്പം ഇനി വരാൻ കാലം ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ വോട്ട് ഇടാൻ ഇത്രയുള്ള പണിയുണ്ട്. നമുക്കറിയാത്തത് എന്താക്കണേ. എത്ര ഒരു നാട്ടുകാർ ഒരു കുറച്ച് കോണാക്കിയിട്ട് ഒരു ജ്യൂസ് എല്ലാം ആക്കിയിട്ട് അത് കുടിച്ച് കുറച്ച് നിന്നിട്ടുണ്ട്. ഇപ്പോൾ എത്രയോ പെണ്ണുങ്ങളുണ്ട്. എപ്പോൾ വന്ന പെണ്ണുങ്ങോ ഇപ്പോൾ കുറച്ച് നിങ്ങൾ ന്യൂസാറും ആൾക്കാരെല്ലാം കൂടിയിട്ട് പെണ്ണുങ്ങളെ സ്പീഡാക്കി പെണ്ണുങ്ങളെ വിട്ട്. ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ കുറച്ച് ബാക്കിയുണ്ട്. നമ്മ അങ്ങനെ നിന്നിട്ടുണ്ട്. നമ്മ നിൽക്കും 12 2. നിങ്ങളെപ്പോ വന്ന? രാവിലെ മുതൽ ഇങ്ങനെയാണ്. രാവിലെ മുതലുണ്ട് ഇവിടെ. ഉച്ചക്ക് വന്നതാണ് ഞാൻ വോട്ട് ചെയ്യാൻ. ഇതുവരെ ചെയ്യാൻ പറ്റി. വളരെ മന്ദഗതിയിലാണ്. മണിക്കൂറിൽ ആകെ 30 വോട്ടാണ് പോകുന്നത്. ഇത്തവണ ചില പ്രശ്നമുണ്ട് എസ്കേൻ. അതായത് പോളിംഗ് ബൂത്തിനകത്ത് നമ്മൾ കയറി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ വിവിപാറ്റിലെ നമ്മൾ ബോധ്യപ്പെടുന്ന സമയം അത്രയും അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ ശേഷം ആ കൺട്രോൾ യൂണിറ്റിൽ ഒരു സൗണ്ട് വരും. അതിനുശേഷമേ നമുക്ക് ബൂത്ത്